ശ്രീ പ്രിന്റു, ഞാൻ പറഞ്ഞു വന്നത് താങ്കൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ 10,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇറക്കാൻ നിങ്ങൾ ഈ ഇലക്ഷന് മുമ്പ് അത്തരത്തിലൊരു നീക്കം നടത്തി. പക്ഷേ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അത് നടന്നില്ല. പ്രശ്നം അതല്ല, അത് നടക്കുന്നതിന് പോലും 2 ആഴ്ചയ്ക്ക് ശേഷവും ഇത് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടും 2 ആഴ്ചത്തേക്ക് കൂടി ഈ 10,000 ബോണ്ടുകൾ അച്ചടിക്കാനുള്ള നടപടികൾ നടന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അല്ല, ഈ ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് ആകെ ഒരു അഴിമതിക്കിടെ കുത്തരങ്ങാക്കാൻ വേണ്ടി BJP ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഈ രാജ്യത്ത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് അനവധി പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് പണം ശേഖരിക്കുന്നു. ഇവിടുത്തെ കുത്തകളായിട്ടുള്ള കോർപ്പറേറ്റുകൾ അടക്കമുള്ള ആളുകളിൽ നിന്നാണ് പണം ശേഖരിക്കുന്നത്. പക്ഷെ എല്ലാ കാലഘട്ടത്തിലും കൃത്യമായിട്ടുള്ള ഈ പണത്തിന്റെ ഇടപാടുകളിൽ ഒരു സുതാര്യത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കിട്ടുന്ന അല്ലെങ്കിൽ നൽകേണ്ട പണത്തിന്റെ ആധികാരികമായിട്ടുള്ള കൃത്യത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണം സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. നമുക്കറിയാം, ഈ രാജ്യത്ത് മുൻപ് നടന്നിട്ടുള്ള പലതരത്തിലുള്ള അഴിമതി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ലാവ്ലിൻ കേസ് അടക്കം 175 കോടി രൂപയുടെ അഴിമതിയായിട്ടുള്ള ലാവ്ലിൻ കേസ്, അതുപോലെ ബോഫേഴ്സ് കേസ്, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പണങ്ങൾ, അങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വരവ് ചെലവ് അല്ലെങ്കിൽ അവരുടെ സംഭാവനകൾ കൃത്യത വരുത്താനാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഇടപെടലിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സുതാര്യമാണ്. അതുകൊണ്ടാണല്ലോ BJP എത്ര രൂപ മേടിച്ചു എന്നതിന് കൃത്യമായ കണക്കുണ്ടല്ലോ. 6,000 കോടി രൂപ മേടിച്ചു എന്നതിന്റെ കൃത്യമായ കണക്ക് ഞങ്ങൾ എവിടെയും പറഞ്ഞില്ലല്ലോ ഞങ്ങൾ മേടിച്ചെന്ന്. പക്ഷെ ഇവിടെ ഒരു ട്രഡീഷണൽ ആയ ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഇലക്ട്രൽ ബോണ്ട്, ഇപ്പോ CPM അത് പറയാം, ഇപ്പൊ ഇടതുപക്ഷത്തിൽ ചിത്തരഞ്ജനും അല്ലെങ്കിൽ ലാലിനെ പോലെയുള്ള ഇടതുപക്ഷ നിരീക്ഷകർക്കും ഒക്കെ പറയാം. കാരണം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മേടിക്കുന്ന പണം എന്ന് പറയുന്നത് ഇലക്ട്രൽ ബോണ്ടിലോ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിലല്ല. അതിനകത്ത് കൃത്യമായിട്ട് ചിലപ്പോൾ PV എന്ന പേരിൽ എഴുതി ചേർക്കും, അല്ലെങ്കിൽ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി എഴുതി ചേർക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കടലാസ് കമ്പനികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അല്ലാതെയൊക്കെയാണ് പണങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ നോക്കുന്ന സമയത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ സ്റ്റണ്ട് ആയിട്ടല്ല ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരു കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പൊ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട 1,700 കോടിയുടെ ഇൻകം ടാക്സിന്റെ വിഷയമുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണ്? ഈ പറയുന്ന വിഷയമാണ്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ സുതാര്യമായിട്ടുള്ള ഒരു ക്രയവിക്രയങ്ങൾ വളരെ സുതാര്യമായ ഇടപെടലുകൾ എന്നാണല്ലോ അങ്ങ് പറയുന്നത്. ഈ ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് എന്ന് പറയുന്ന ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ എത്ര തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങിയത്? ഇൻകം ടാക്സ് അധികൃതർ കയറി ഇറങ്ങിയത് എത്ര തവണ അവിടെ റെയ്ഡ് നടന്നു? അതൊന്ന് പറയാമോ? അല്ല, 2 രീതിയാണ് ഈ രാജ്യത്ത്. ഈ രീതി ഒന്ന് പറയൂ. നിരവധി കമ്പനികൾ ഇങ്ങനെ പലതവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കയറി ഇറങ്ങി അവസാനം ഗതികെട്ട് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തപ്പോൾ, BJPക്ക് സംഭാവന കൊടുത്തപ്പോൾ ആ അന്വേഷണമെല്ലാം നിലച്ച മട്ടാണ്. അങ്ങനെ ഒരു അന്വേഷണം നിലയ്ക്കില്ല. എങ്ങനെയാണ് നിലയ്ക്കുക? അങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. നമ്മൾ ആദ്യമായിട്ട് ഈ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന പേര് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പണം മേടിച്ച സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്നത് ആ ലിസ്റ്റിൽ വരുന്ന ഒരു പേര് മാത്രം മലയാളിക്ക് പരിചിതമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. മറ്റു വേദാന്ത ഉൾപ്പെടെ ഒരുപാട് കമ്പനികളുണ്ട്. സംഭാവനയുടെ ആദ്യമായി പരിചയപ്പെടുത്തിയ ആളുകളെ കൂടി ഒന്ന് പറയണമല്ലോ. എന്നിട്ട് നിങ്ങൾ BJPയിലേക്ക് വരൂ. അതെല്ലാം വളരെ കൃത്യമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്.